ഇടുക്കിയിൽ കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിൽ ഇലക്ട്രൽ ഫ്ലൈയിംഗ് സ്ക്വാഡിനെ ഇറക്കി ഇലക്ഷൻ കമ്മീഷൻ. ക്യാമറകൾ ഘടിപ്പിച്ച വാഹനങ്ങളിലാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരത്തിലെ പരിശോധന. കേരളത്തിൽ നിന്നടക്കം എത്തുന്ന വാഹനങ്ങളിൽ ശക്തമായ പരിശോധനയാണ് സംഘം നടത്തുന്നത്. ഇടുക്കി ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന തേനി ജില്ലയിലെ കമ്പം കമ്പംമെട്ട് പാത, കുമളി കമ്പംപാത, ബോഡിമെട്ട് കമ്പംപാത എന്നിവിടങ്ങളിലാണ് പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. രേഖയില്ലാത്ത പണം, തെരഞ്ഞെടുപ്പ് വസ്തുക്കൾ തുടങ്ങിയവയുമായി എത്തുന്നവരെ പിടികൂടുകയാണ് ലക്ഷ്യം. കേരളത്തിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ അടക്കം പൂർണ്ണമായും പരിശോധിച്ച ശേഷമാണ് വിട്ടയക്കുന്നത്. പെരിയകുളം, കമ്പം, ആണ്ടിപ്പട്ടി, ബോഡി നിയോജക മണ്ഡലങ്ങളിലും ശക്തമായ പരിശോധനകളാണ് നടക്കുന്നത്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഒരു ടീമിനെയും ഉച്ചയ്ക്ക് 2 മുതൽ മറ്റൊരു ടീമിനെയുമാണ് വിന്യസിക്കുന്നത്. രാത്രി 10 വരെ മറ്റൊരു പ്രത്യേക സംഘവും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിന്റെ അതിർത്തി ജില്ലയായതിനാൽ ഇരു സംസ്ഥാനങ്ങളുടെയും അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.